ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോഴും 2025-ലാണോ അതോ 2015-ലാണോ? കാരണം ഈ ഒരു 10 വർഷം ഗ്യാപ്പിൽ നമ്മുടെ വേൾഡ് തന്നെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മീൻസ് ടെക് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡിസൈനിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. കാരണം എന്താണ്, ഈ ഒരു 10 വർഷത്തിനുള്ളിൽ നമുക്ക് AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ഇൻ്റലിജൻസ് വിഭാഗം തന്നെ വന്നിട്ടുണ്ട്. AI വന്നതോടുകൂടി തന്നെ നമുക്ക് കുറേ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടെക് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഡിസൈനിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരം ഇൻഡസ്ട്രിയിലെയും ജോബ് ലോസ് എന്ന് പറയുന്നത് 90% അബവ് ആണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മളെക്കാട്ടിലും ഒരു എംപ്ലോയിയുടെക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ പുറത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കമ്പനി ഓണർ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 എംപ്ലോയിക്ക് ചെയ്യേണ്ട വർക്ക് ഒരൊറ്റ AI അതും ടൈം എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്ത് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനൊരു കമ്പനി ഓണർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിനെ ശ്രമിക്കത്തുള്ളൂ. കാരണം നമുക്ക് എക്സ്പെൻസ് കുറവാണ്, അതുപോലെ തന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്, വളരെ ഫാസ്റ്റ് ഡെലിവറിയാണ്. അതുപോലെ തന്നെ 10 ആൾക്കാരെ ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു $25 പെർ മന്ത് അല്ലെങ്കിൽ $50 പെർ മന്ത് നമുക്ക് പേ ചെയ്താൽ മതി. ഒരു എംപ്ലോയിനെ ഹയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മോർ ദാൻ $100 എന്തായാലും ഒരു മന്ത്ലി എന്തായാലും $100 മുകളിലോട്ട് വരും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് AIൻ്റെ കേസിൽ വരുന്നത്. സോ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ്? ഈ ഒരു ജോബ് ലോസിങ് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓവർകം ചെയ്യാൻ പറ്റും. AI വന്നുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, കോഡിങ് അറിയാത്ത ആൾക്കാർക്കും, ഡിസൈനിങ് അറിയാത്ത ആൾക്കാർക്കും, ആർക്കിടെക്ചർ ഡിസൈനിങ് അറിയാത്ത ആൾക്കാർക്കും, ഒരു സ്കില്ലും ഇല്ലാത്ത ആൾക്കാർക്കും AI പർച്ചേസ് ചെയ്തുകൊണ്ട് ആ ഒരു AIയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഒരു സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പണം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെന്ത് മതി, നമുക്ക് ആ ഒരു AIനെ യൂസ് ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് മതി. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കുറേ കാലം വർക്ക് ചെയ്ത് പഠിച്ചുണ്ടാക്കേണ്ടതൊന്നുമല്ല. ഒരു 2 to 3 ദിവസം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ AI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് പ്രോംപ്റ്റ് കൊടുത്താലാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് 2-3 ദിവസം ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. വേൾഡിൽ ഒരു 70 to 60% ആൾക്കാരും ഇപ്പോഴും AI യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി മലയാളീസ് ഒരു 90% അബവ് ആൾക്കാർ ഈ AIs യൂസ് ചെയ്യുന്നില്ല, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. പണ്ട് നമ്മളൊക്കെ ഒരു കൂലിപ്പണിക്ക് പോയാലാണ് നമുക്കൊരു 1000 രൂപ കിട്ടുക. പക്ഷെ ഇപ്പോൾ AIസിനെ വെച്ചിട്ട് ഡെയിലി നമുക്ക് 20,000 മോർ ദാൻ 20,000 നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ദിവസം 20,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം എത്ര രൂപ ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഒന്നും വേണ്ട, ഡെയിലി എങ്ങനെ വന്നാലും നിങ്ങൾക്ക് 1000 മുതൽ 2000 രൂപ വരെ ഒരു ദിവസം 15 മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ AI യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പുറത്തുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, കുറച്ച് ഐഡിയ ഉള്ള ആൾക്കാർ ഇപ്പം തന്നെ അത് യൂസ് ചെയ്ത് തുടങ്ങി. ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പുറത്ത് കിട്ടത്തില്ല. ബട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് AIs വെച്ചിട്ട് ഈസി ആയിട്ട്, വെരി ഈസി ആയിട്ട് പണം ഏൺ ചെയ്യാൻ പറ്റാമെന്ന്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ കുറച്ച് AIs യൂസ് ചെയ്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ChatGPT തന്നെ എടുത്തോ. ChatGPT നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിൻ്റെ പ്രോ വേർഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാലും ഇപ്പോൾ തരുന്ന ChatGPT റിസൾട്ട് എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പോൾ ChatGPT വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കോപ്പി റൈറ്റിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ബ്ലോഗ് പോസ്റ്റ് റൈറ്റ് ചെയ്യാൻ പറ്റും ChatGPT വെച്ചുകൊണ്ട്. ChatGPTയെക്കാട്ടും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേറെ ടൂൾസ് ഉണ്ട്. വിത്ത് പോസ്റ്റേഴ്സ് ഓൾസോ ദേ വിൽ ഡിസൈൻ. ChatGPT പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ബ്ലോഗ് പോസ്റ്റ് ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ChatGPT കംപ്ലീറ്റ്ലി അത് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈവർ അല്ലെങ്കിൽ അപ്വർക്കിലെല്ലാം പോയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫൈവറിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സർവീസ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് AIs യൂസ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റുകയെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺഡ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.